തീർത്ഥയാത്ര. പാക്കരന് ഒരാഗ്രഹം, തീർത്ഥാലയങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കണം, എല്ലാവരുടെയും ആശീർവാദം വാങ്ങി തന്നെ പോകണം. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. നാട്ടുകാരും വീട്ടുകാരും പാക്കരനെ മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ച് ആശീർവദിച്ചു. പുറപ്പെടുന്നതിനായി തയ്യാറെടുത്ത് നിൽക്കുമ്പോഴാണ് നാടിൻ്റെ പൊന്നോമനയായ ശങ്കുണ്ണി ഓടിവന്ന് പാക്കരൻ്റെ കാലിൽ വീണത്. എൻ്റെ എല്ലാ ഉയർച്ചകൾക്കും കാരണം അങ്ങയുടെ ഉദാരതയും മഹാമനസ്കതയുമാണ്. അതുകൊണ്ട് ഈ പാദകങ്ങൾ ധരിച്ചു തന്നെ അങ്ങ് യാത്ര ചെയ്യണം. താൻ മകനെ പോലെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരൻ തന്ന ചെരുപ്പ് ധരിക്കാനൊരുങ്ങുമ്പോൾ പാക്കരൻ കണ്ടു അതിൽ പതിപ്പിച്ചിരിക്കുന്ന മഞ്ഞത്തിളക്കവും രത്നം പോലുള്ള കല്ലുകളും. സംശയിക്കേണ്ട, ഒറിജിനലാണ്, 91.6. എങ്ങനെ അങ്ങയുടെ സ്നേഹം പരിശുദ്ധം, അതുപോലെ തന്നെ പൊന്നും രത്നങ്ങളും പരിശുദ്ധം. പെട്ടെന്ന് പാക്കരൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു, അമ്പട ഞാനേ. ഓരോ ക്ഷേത്രങ്ങൾ കയറി ഇറങ്ങുമ്പോഴും പാക്കരൻ്റെ ഉള്ളിലെ ചിന്ത ഒന്നു മാത്രമായി. ദേവാലയത്തിന് പുറത്ത് സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണരത്നാലങ്കൃതമായ ചെരുപ്പുകൾ. യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തിയ പാക്കരനോട് ഭാര്യ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ഈശ്വരന്മാരെല്ലാം തൃപ്തരല്ലേ അങ്ങിൽ? അകത്തെ ഭാരങ്ങളൊക്കെ കുറഞ്ഞോ? പാക്കരൻ ദുഃഖിതനായി പറഞ്ഞു, പിന്നെ ഒരേയൊരു ചിന്ത മാത്രം, ഈ ചെരുപ്പുകളുടെ സംരക്ഷണം. ഈ ചെരുപ്പിൻ്റെ സ്ഥാനത്ത് ഈശ്വരനായിരുന്നു എങ്കിൽ സത്യമായും സ്വർഗത്തിൽ ചെല്ലേണ്ട സമയം ഇതിനു മുമ്പേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വയം വിലപിച്ച് കുളിക്കുക കൂടി ചെയ്യാതെ കട്ടിലിലേക്ക് മറിഞ്ഞ പാക്കരനെ നോക്കി ഭാര്യ പറഞ്ഞു, ഇതെന്താണോ പറ്റിയത്?